ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രമേയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് പത്മയെ ഒളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിറ്റപ്പന്റെ സഹായം നമ്മുടെ അർജുൻ തേടുകയാണ്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പത്മ മുമ്പ് ശംഖുചക്രം തറവാട്ടിൽ നിന്നതാണ്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ അർജുന്റെ ചിറ്റപ്പൻ ആലോചിക്കും. അതുപോലെ തന്നെ ചിറ്റപ്പന്റെ ഭാര്യയും പറയും, നമ്മൾ പത്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, കാരണം അവൾ എത്ര വെച്ച് വിളമ്പി നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അവളെ ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിൽ അത് അവളോട് ചെയ്യുന്നൊരു നന്ദികേടാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിറ്റപ്പൻ അർജുനെ സഹായിക്കാം എന്നൊരു വാക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ കുറച്ച് പ്ലാനൊക്കെ അവരിടും. എങ്ങനെയെങ്കിലും ശംഖുചക്രം തറവാട്ടിനുള്ളിൽ പത്മയെ കയറ്റണം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുള്ള പരിപാടീസൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് വിലങ്ങ് തടി എന്നോണം തരകൻ എസ് അവിടെ എത്തുകയും അതുപോലെ തന്നെ നമ്മുടെ രാഘവനുണ്ണി വക്കീൽ പുറത്തിറങ്ങി വരികയും അങ്ങനെ കുറച്ച് സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ട് ഉള്ളത് കേട്ടോ. അപ്പൊ അത് കൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ അഞ്ജലിയുടെ അമ്മ പറയാണ്, നാളെ പത്മ കേസിന്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് കോടതിയിൽ നിന്ന് നീ നേരത്തെ ഒരു 3:30 ആകുമ്പത്തേന് എത്തണം. നിന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു ചെറുക്കനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഞ്ജലി അതിനെ ഒപ്പോസ് ചെയ്ത് പറയും, പറ്റത്തില്ല, എനിക്കിപ്പം അതൊന്നല്ല പ്രധാനം, എനിക്കിപ്പോ പത്മ കേസുമായിട്ട് മുമ്പോട്ട് പോകണം, അതാണ് എനിക്ക് പ്രധാന വിഷയം, മറ്റു വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, എനിക്കത് അറിയുകയും വേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നമ്മുടെ അഞ്ജലി പോകും. പക്ഷെ അമ്മ അഞ്ജലിനെ പെണ്ണ് കാണിക്കണം, വിവാഹം നടത്തണം എന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ അർജുൻ വന്നിട്ട് ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ അത്രയേറെ മനസ്സിന്റെ ഉള്ളിൽ വേദനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അഞ്ജലിയുടെ അമ്മയ്ക്ക്. അപ്പൊ അതുപോലെ തന്നെ അഞ്ജലിയും ഒരുപാട് മനസ്സുകൊണ്ട് ഇങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ട്. അഞ്ജലി അത് പുറത്തൊന്നും കാട്ടുന്നില്ല. എപ്പോഴും പുള്ളിക്കാരി ഇങ്ങനെ ചിന്തയിലാണ് അർജുനെ പറ്റിയുള്ള പല കാര്യങ്ങളും, എന്തിനാണ് അർജുൻ അങ്ങനെ ചെയ്തത്. എങ്കിലും ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ അഞ്ജലി ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട്, അർജുൻ ഇത്രയും കാലം കാട്ടിയ സ്നേഹം ഒരിക്കലും ഒരു കള്ളം നിറഞ്ഞൊരു സ്നേഹം ആയിരുന്നില്ല, എന്തോ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം, കോടതി മുറിയുടെ മുറ്റത്ത് വെച്ച് നമ്മുടെ അഞ്ജലിയോട് ഒരു 2 മിനിറ്റ് സമയം എനിക്ക് സംസാരിക്കാൻ വേണമെന്ന് അർജുൻ പറയുമ്പോഴും അഞ്ജലി അതിന് തയ്യാറായില്ല കേട്ടോ. കാരണം പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ സങ്കടവും ദേഷ്യമൊക്കെ അങ്ങനെ പോവുമോ. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ അഞ്ജലി ആ ഒരു സമയത്ത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ആര്യയുടെ അടുത്ത് വന്ന് ഈ കാര്യം പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അർജുന് പറയാനുള്ളത് എന്താണെന്ന് ഒരു നിമിഷം കേട്ടുകൂടായിരുന്നു എന്ന് നമ്മുടെ ആര്യയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു ശരിയുണ്ടെന്ന് നമ്മുടെ അഞ്ജലിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രമേയുടെ റിവ്യൂയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ അർജുന് കോടതിയുടെ അവിടെ വെച്ച് ശ്രമിക്കുന്നുണ്ട് അഞ്ജലിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട്. അപ്പൊ ഇന്നിപ്പോ പത്മയായി എങ്ങനെയും കൊണ്ട് ഒളിപ്പിക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് എത്താനായിട്ട് നമ്മുടെ അർജുന് പറ്റാതിരുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, പത്മയെ ശംഖുചക്രം തറവാട്ടിനുള്ളിൽ ഒളിപ്പിക്കാൻ എന്താണെങ്കിലും നമ്മുടെ അർജുന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ചിറ്റപ്പന്റെ സഹായത്തോടു കൂടി സംഭവം സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ. അപ്പോ എങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും അർജുന് ഒരിക്കലും ശംഖുചക്രം തറവാട്ടിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അഞ്ജലിയുടെ വീട്ടിൽ പോയി സംഭവിച്ച കാര്യങ്ങളും അഞ്ജലിയുടെ തെറ്റിദ്ധാരണ മാറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിയും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അർജുന്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് പ്രൊമേയില് ഒരു 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ. ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത്, എരുതിയിൽ എണ്ണയൊഴിക്കാനായിട്ട് അമ്മായി തുടങ്ങിയാണ്. അമ്മായിയോട് പറയാണ്, അവൻ ഊടായ്പാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, നിങ്ങളുടെ അമ്മയുടെ മുകളിൽ ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ അവൻ ഊടായ്പാണെന്ന്. അതായത് നമ്മുടെ അർജുനെ പറ്റി അഞ്ജലിയോടും ശകുന്തളാമ്മയോടും പറയാണ്, അർജുൻ രാജീവ് എന്ന് പറഞ്ഞ ആള് ഭയങ്കര ഊടായ്പാണ്, നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, അവൻ സ്നേഹം കാട്ടുന്നൊക്കെ വെറും ഊടായ്പ പരിപാടിയാണ്. ആ രീതിയിലൊക്കെ അഞ്ജലിയോടും അമ്മയോടും ശകുന്തളാമ്മയോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്തിന് തന്നെ അർജുൻ അവിടെ എത്തിയാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞു, അർജുൻ ഒരിക്കലും
അടങ്ങിയിരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അഞ്ജലിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, തെറ്റിദ്ധാരണകൾ മാറ്റണം. താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളൊരു സംഭവം എന്തായാലും അഞ്ജലിയോട് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അടങ്ങിയിരിക്കാനായിട്ട് അർജുൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് പ്രൊമോയിൽ കാണാം. അപ്പോൾ എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ട് അമ്മായി ഇരിക്കുന്ന സമയത്ത് ഈ സംഭവം അമ്മായി പറഞ്ഞ കാര്യങ്ങളെല്ലാം അർജുൻ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം അഞ്ജലിയെ കണ്ട് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് അർജുൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അർജുൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്, ഒളിച്ചല്ല ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നത്, അങ്ങനെ സംഭവങ്ങളെല്ലാം തന്നെ പ്രൊമയിൽ കാട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അഞ്ജലിയോട് അർജുൻ കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ അർജുന് നാളെയോ അവസരം ഒരുങ്ങാനായിട്ട് ചാൻസ് ഇല്ല. ചിലപ്പോൾ അമ്മായി എല്ലാവരും ഉള്ളതിന്റെ പേരിൽ സംസാരിക്കാനായിട്ട് ഒരു വഴി ഒരു പക്ഷേ അർജുന ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ. പക്ഷെ അർജുന മനസ്സാകെ വേദനയിലാണ്. താൻ കാരണം അർജുൻ കാരണം അഞ്ജലിയും അമ്മയും അച്ഛനൊക്കെ ഒരുപാട് വേദനിച്ചു എന്നുള്ളൊരു സംഭവം അങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അർജുനെ. അപ്പൊ അതുകൊണ്ട് പുള്ളി ഇത് എങ്ങനെയും ഒന്ന് ഈ കാര്യങ്ങളൊന്നും തുറന്ന് പറഞ്ഞേ പറ്റൂ. അതാണ് അഞ്ജലിയുടെ വീട്ടിൽ ആ പാതിരാത്രിയിൽ പുള്ളി എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ സീൻ നമ്മൾ പ്രൊമോയിൽ കണ്ടു. പിന്നെ പ്രൊമോയിൽ കണ്ട സീൻ എന്ന് പറയുന്നത് ഈ പന്മ കേസിൽ നമുക്കറിയാം ഒരു ദൃക്സാക്ഷിയെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ അഞ്ജലിക്കുട്ടി ഉള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരുടെ സഹായത്തോടു കൂടി ഒരാളെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദൃക്സാക്ഷിയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് ചോദിക്കുകയൊക്കെ പെങ്ങളിങ്ങനെ നിർബന്ധം വാങ്ങുന്നുണ്ട്. നീ ഉറപ്പായിട്ടുള്ള സത്യങ്ങൾ നീ കണ്ട കാര്യങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ പെങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു പക്ഷെ ഇപ്പൊ പുള്ളി എല്ലാം ഓക്കെ ആയിരിക്കും. അതായത് ഞാൻ എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറഞ്ഞോളാം, ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞോളാം എന്നൊക്കെ കോടതിയിൽ പറഞ്ഞോളാം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞാലും അവര് മൊബൈൽ റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കോടതിയിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഈ സംഭവം അങ്ങോട്ട് ഊരിപ്പോരാൻ കേട്ടോ. അപ്പോൾ ഇതിനൊരു ഒരു മുറുക്കം കൂടി വരണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് ജാഫർ, നമ്മുടെ SI ജാഫർ ഇപ്പൊ CI ആണ്. CI ജാഫർ അവിടെ എത്തിയാണ് കേട്ടോ. അപ്പോ ഈ പന്മ കേസിൽ ഇനിയൊരു പാളിച്ചകളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല നമ്മുടെ അഞ്ജലി കുട്ടിക്ക്. നമുക്കറിയാം ഹാർഡ് ഡിസ്കിന്റെ കേസിൽ ഹാർഡ് ഡിസ്ക് മിസ്സായിപ്പോയി, അത് വീണ്ടും കിട്ടിയത് വീണ്ടും മിസ്സായിപ്പോയി. അപ്പൊ കോടതിയിൽ ഒന്നും ഇങ്ങോട്ട് ഒരു ബലിപ്പിക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അഞ്ജലിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് പന്മ കേസ് ഒരു അന്തവും കുന്തവും ഇല്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി അങ്ങനെ സംഭവം ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് ഈ ദൃക്സാക്ഷിയെ വളരെ സ്ട്രോങ് ഒരു എവിഡൻസ് ആയിട്ട് കോടതിയിൽ പ്രസന്റ് ചെയ്യണം. അതിന് ഈ സംഭവം വളരെ സ്ട്രോങ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ജാഫർ CI അവിടെ വരുന്നത്. അപ്പൊ ജാഫർ CI കണ്ടു കഴിഞ്ഞാൽ തന്നെ ദൃക്സാക്ഷി പേടിച്ചു പോകുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജാഫർ വരും. അപ്പൊ എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ദൃക്സാക്ഷി ഇനി വാക്ക് മാറാനായിട്ട് പോകുന്നില്ല. കാരണം CI ജാഫറിന്റെ ഇടി പുള്ളിക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പുള്ളി പേടിച്ചിട്ടാണെങ്കിലും ഉള്ള സത്യങ്ങൾ, അതുപോലെ തന്നെ പെങ്ങളും ഇയാളുടെ അടുത്ത് വാക്ക് മേടിച്ചിട്ടുണ്ട്, നീ ഉള്ള സത്യങ്ങൾ തുറന്ന് പറഞ്ഞോളാം, ഇല്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്നും പെങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ നാളെ CI ജാഫർ കൂടി വരുന്നതോടുകൂടി പന്മ കേസിൽ വേറൊരു തലത്തിലേക്ക് വളരെ അനുകൂലമായിട്ട് നമ്മുടെ അഞ്ജലിക്ക് മാറും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇതിനിടയിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പ്രൊമോ വന്ന്. ഇതിനിടയിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പന്മയെ ശംഖുചക്രം തറവാട്ടില് ചിറ്റപ്പനും ഭാര്യയെ കൂടി കയറ്റുന്ന ഒരു സീനും കൂടി അതിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, പന്മ വളരെ സുരക്ഷിതമായി സിംഹത്തിന്റെ മടയിൽ തന്നെ കയറി ഒളിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് കേട്ടോ. എന്നാണെങ്കിലും വളരെ നല്ലൊരു പ്രൊമോയാണ് വന്നത്. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ടേക്ക് കെയർ. ബൈ ബൈ.